നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സിനിമയെ പീഡനമുക്തമാക്കാനുള്ള സർക്കാർ ശ്രമം വീണ്ടും വിവാദത്തിൽ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച സിനിമാ നയ രൂപീകരണ സമിതിയിൽ ആരോപണ വിധേയനായ നടൻ മുകേഷും എത്തുകയാണ്. 10 അംഗ സമിതിയാണ് രൂപീകരിച്ചത്. ഷാജി എൻകറിനാണ് സമിതി ചെയർമാൻ. സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി മിനി ആന്റണിയാണ് കൺവീനർ. കഴിഞ്ഞ ദിവസം തന്നെ മുകേഷിനെതിരെ ആരോപണം ഉയർന്നിരുന്നു. ഇരയും വേട്ടക്കാരനും ഒരുമിച്ചിരിക്കുന്ന കോൺക്ലേവായി ഇത് മാറുമെന്ന പരിഹാസം മുകേഷിന്റെ സാന്നിധ്യത്തോടെ ശക്തമാകും. മുകേഷിന് പുറമെ മഞ്ജു വാര്യർ, ബി ഉണ്ണികൃഷ്ണൻ നായർ, പത്മപ്രിയ, രാജീവ് രവി, നിഖില വിമൽ, സന്തോഷ് കുരുവിള, സി അജോയ് എന്നിവരാണ് മറ്റംഗങ്ങൾ. സംസ്ഥാന സർക്കാരിന്റെ സിനിമാ നയം രൂപീകരിക്കുന്നതിന് വേണ്ടിയാണ് സമിതി രൂപീകരിച്ചത്. അമ്മയിൽ അംഗത്വം വേണമെങ്കിൽ കിടക്ക പങ്കിടണം എന്ന് മുകേഷ് ആവശ്യപ്പെട്ട് നടി മിനു ഇന്ന് വെളിപ്പെടുത്തിയിരുന്നു. ഇന്നസെന്റിന്റെ നിർദ്ദേശപ്രകാരം അമ്മ അംഗത്വത്തിന് ശ്രമിച്ചെങ്കിലും താൻ അറിയാതെ ഒന്നും നടക്കില്ലെന്ന് മുകേഷ് വിളിച്ചു. നേരിട്ട് കണ്ടപ്പോഴും മുകേഷ് മോശമായി സംസാരിച്ചു. വില്ലയിലേക്ക് വരാൻ ക്ഷണിച്ചുവെന്നും മിനി അഭിപ്രായപ്പെട്ടു. ഇതിനൊപ്പം റിയാലിറ്റി ഷോ അനുഭവം ടെസ് ജോസഫും പങ്കുവച്ചിരുന്നു. ഇതിനുശേഷവും മുകേഷിനെ കോൺക്ലേവിന്റെ ഭാഗമാക്കുകയാണ് സർക്കാർ ചെയ്തത്. വേട്ടക്കാർക്കൊപ്പമാണ് സർക്കാരെന്ന് ഇതിലൂടെ തെളിഞ്ഞെന്ന് പ്രതിപക്ഷം ആരോപിച്ചു കഴിഞ്ഞു. സിനിമയ്ക്കുള്ളിലുള്ളവർ പോലും ഇതിനെ അനുകൂലിക്കുന്നില്ല. കോൺക്ലേവിൽ പങ്കെടുക്കില്ലെന്ന സൂചന താരസംഘടനയായ അമ്മ നൽകി കഴിഞ്ഞു. മുകേഷിനൊപ്പം സമിതിയിൽ മഞ്ജു വാര്യർ അംഗമാകുമോ എന്നതിനെ കൗതുകത്തോടെയാണ് WCCയും നോക്കുന്നത്. മഞ്ജു വാര്യരുടെ നിലപാട് ഇനി നിർണായകമാകും. കോൺക്ലേവ് നവംബർ 3 മുതൽ കൊച്ചിയിൽ നടക്കും. 5 ദിവസം നീളുന്ന രാജ്യാന്തര കോൺക്ലേവിൽ 350ഓളം പ്രതിനിധികൾ പങ്കെടുക്കും. സംവിധായകൻ മുതൽ ലൈറ്റ് ബോയ് വരെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ തൊഴിൽപരമായ അവകാശങ്ങൾ കൂടി സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടാണ് കോൺക്ലേവ് നടത്തുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഉള്ളടക്കവും നയത്തിന്റെ കരടിൽ ഉൾപ്പെടുത്തുമെന്ന് കരട് തയ്യാറാക്കുന്ന സംവിധായകൻ ഷാജി എൻകർ പ്രതികരിച്ചിട്ടുണ്ട്. സ്ത്രീ സുരക്ഷ, വേതന തുല്യത ഉൾപ്പെടെയുള്ളവയും ചർച്ചയാകും. ഇത്തരമൊരു സമിതിയാണ് മുകേഷും കടന്നുകൂടുന്നത്. കൊല്ലത്തെ MLA ആയ മുകേഷ് CPMന്റെ മുഖമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഒരു ഭാഗം പുറത്തുവിട്ടതിന് പിന്നാലെയാണ് മുകേഷിനെതിരെയും മീറ്റു ആരോപണങ്ങൾ ശക്തമാകുന്നത്.